നമ്മൾ ഈ ശശി തരൂർ അതെ ശശി തരൂരാണ് ചർച്ചാ വിഷയം. ശശി തരൂർ ഇന്ന് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരള നമ്പർ 1 കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ കുറിച്ചായിരുന്നു ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം പങ്കുവച്ചത്. ആ ലേഖനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസിനുള്ളിൽ സത്യത്തിൽ കോൺഗ്രസ് അതിൽ പെട്ടുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിൽ വന്നിരിക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് എന്ത് നല്ലത് പറഞ്ഞാലും വി ഡി സതീശനും കെ സുധാകരനും അതിനെ എതിർക്കും. നമ്മുടെ നാട്ടിൽ എന്ത് നല്ലത് നടന്നാലും അതിനെ എതിർക്കുന്ന ലൈനിലേക്ക് ഇവർ രണ്ടുപേരും മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗം നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ധാരണ പൊതുസമൂഹത്തിന് ഈ സംഭവത്തോടുകൂടി ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഭരിക്കുന്നത് LDF ആണ് എന്നതുകൊണ്ട് കേരളത്തിന് കിട്ടുന്ന ഒരു നേട്ടത്തെ എന്തിനാണ് നിങ്ങൾ ഇകഴ്ത്താൻ നിൽക്കുന്നത്? അത് LDF മാത്രമുള്ള അഭിനന്ദനമല്ലല്ലോ, കേരളത്തിലെ ഓരോ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയം കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് നല്ലത് പറഞ്ഞാലും നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന വലിയ ചോദ്യം നേരിടുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതിനിടയിലാണ് ഇപ്പോൾ ശശി തരൂരിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഉറച്ചു നിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല. ഒരു കൂട്ടിച്ചേർക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ചില വ്യാവസായിക ഇടപെടലുകളെ കുറിച്ച് കൂടി ഒരുപക്ഷെ ഈ കോൺഗ്രസിൽ നിന്ന് വിമർശനം വന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പറഞ്ഞു വെക്കുന്നത് LDF സർക്കാരിന്റെ വ്യവസായ സൗഹൃദ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് ശശി തരൂർ ഇന്ന് പുലർച്ചെയും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കൈപൊള്ളി നിൽക്കുകയാണ് ശശി തരൂരിന്റെ സർക്കാർ അഭിനന്ദന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം. ഈ അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടെന്നറിയോ? ഈ ഇങ്ങനെ വികസനങ്ങളെയൊക്കെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അത് തിരിച്ചടിയാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്. പഞ്ചായത്ത് ഇലക്ഷൻ വരാനിരിക്കുന്നു, നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുന്നു. ഏതൊരു കാര്യത്തിലും സർക്കാരിനെ എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകില്ലേ എന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ചോദ്യം ഉയർത്തുന്നുണ്ട്. അപ്പോൾ നിർബൻ വരട്ടെ സ്ക്രീനിൽ. അതെ, നിർബനാണ് നമ്മുടെ ഒപ്പം ചേരുന്ന തിരുവനന്തപുരത്ത് നിന്ന്. നിർബൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇരുവർക്കും ശുഭദിന ആശംസകൾ. താങ്ക് യു. അപ്പോൾ തിരിച്ചും നല്ലൊരു ദിവസമാകട്ടെ, നല്ല വാർത്താ തിരക്കുകളുള്ള ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാമല്ലേ? കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യപടിയായിട്ടാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിർവൻ ചേട്ടന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. നിലപാടൊട്ടും ഭയപ്പെടുത്തിയിട്ടില്ല ശശി തരൂർ. എന്താണോ പറഞ്ഞു വെച്ചത് അത് തന്നെ പറയുന്നു. തീർച്ചയായും ശശി തരൂർ വാക്കുകൾ, പ്രത്യേകിച്ച് അദ്ദേഹം ലേഖനങ്ങൾ, പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ആവശ്യത്തിനുള്ള കണക്കുകളും ഡേറ്റകളും എടുത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് വിശദീകരിക്കുന്നൊരു നേതാവാണ്. അതാണ് ശശി തരൂർ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും അല്ലെങ്കിലും അത്രയും സ്വീകാര്യമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ സ്വതന്ത്രമായ പല നിലപാട് കൊണ്ട് ശ്രദ്ധേയമായൊരു വ്യക്തിത്വമാണ്. രാഷ്ട്രീയപരമായ പല കാര്യങ്ങളിലും തരൂരിനോട് വിയോജിപ്പുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ നമുക്ക് ജനാധിപത്യപരമായി അംഗീകരിച്ചേ മതിയാകൂ. തരൂർ കഴിഞ്ഞ ദിവസം ദേശീയ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയ വിശദാംശങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദീകരണം ആവർത്തിച്ച് നൽകി. ആ വിശദീകരണം തന്നെയാണ് മനുവും വിനിഷയും പറഞ്ഞത്. ആ വിശദീകരണത്തിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അത്തരം രേഖകൾ ഉപയോഗിച്ച്, കണക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞത്? താൻ CPMൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയുടെ റിപ്പോർട്ടോ സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ടോ അല്ല, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ട്, അതായത് അത്രയ്ക്ക് ആധികാരികമായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ച് വിലയിരുത്തുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആ ഡേറ്റകൾ, കണക്കുകൾ താൻ മുന്നോട്ട് വെച്ചത്. ആ കണക്കുകളെ സംബന്ധിച്ച് അദ്ദേഹം വെല്ലുവിളി നടത്തി. നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ചിട്ട് വരൂ, അതിനനുസരിച്ച് എന്തെങ്കിലും ഡേറ്റയിൽ പിശകുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് അത് ഒന്ന് വായിക്കാൻ പറയൂ, വായിച്ച ശേഷം അതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഡേറ്റകൾ അദ്ദേഹത്തിന് കിട്ടിയെന്നറിയില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തെ വിമർശിച്ച പല നേതാക്കളും ഇതിനകത്തുള്ള ഒരു ചർച്ചയിലേക്ക്, കാര്യങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിലേക്ക് മുതിരാൻ തയ്യാറാകുന്നില്ല, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല. അതുതന്നെയാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച സൂചനയാണ് തരൂരിനെ പോലെ ഒരാൾ മുന്നോട്ട് വെച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെയും UDFനെയും പൊള്ളിച്ചിട്ടുണ്ട്. കാരണം പ്രതിപക്ഷം ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ന്യായവാദങ്ങൾ അവർ വസ്തുതാവിരുദ്ധമായി നടത്തിക്കൊണ്ട് സഭയ്ക്കകത്തും പുറത്തും നടത്തിയ ചില വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ പൊള്ളിച്ചടുക്കുന്നതാണ് തരൂരിനെ പോലെ ഒരാൾ നടത്തിയ ഇത്തരത്തിലുള്ള കേരളത്തെ അഭിനന്ദിച്ചുള്ള വലിയ തരത്തിലുള്ള ഒരു ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 28ാം സ്ഥാനത്തായിരുന്നു 2 വർഷത്തിന് മുൻപ് വരെ. അത് 26-ൽ നിന്നും വളരെ പെട്ടെന്ന് കുതിച്ചു കയറി കേരളം 2 വർഷം കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തി. ലോകത്ത് തന്നെ ഇന്ന് അത് പഠിക്കുന്ന, എങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാമതെത്തി എന്ന് കേരളത്തെ ആകാംക്ഷയോടുകൂടി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കാത്തിരിക്കുന്നു. പല സംസ്ഥാനങ്ങളും കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയൊക്കെ വലിയ തരത്തിൽ പുകഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.
ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതിൻ്റെ രേഖ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് താൻ ഈ പറഞ്ഞ ലേഖനത്തിൽ പ്രതിപാദിച്ചത്. മറ്റൊരു കാര്യം, കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന്, സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് ഒരു കോൾ മതി, 1 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ലഭിക്കും എന്ന കാര്യം കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ പ്രസ്താവന ഞാൻ കേട്ടു. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിശയം തോന്നി. ഞാൻ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ 1 മിനിറ്റ് 1-2 മിനിറ്റ് എന്നുള്ളതല്ല, വളരെ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാകുന്നു എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് വ്യവസായികളുമായും സംരംഭകരുമായും ഇൻ്റർനാഷണൽ രംഗത്ത് തന്നെ ഇത്തരം കാര്യങ്ങളുമായി ആശയവിനിമയം നടത്തുകയും അത്തരം കാര്യങ്ങളിൽ സംവാദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശശി തരൂർ. ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് ഏകദേശം 2 ആഴ്ച മുമ്പ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അതിൽ സംവാദത്തിൽ പങ്കെടുക്കുകയും ആ ഡിബേറ്റിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു നേതാവാണ്. അത് വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യത സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിഴിഞ്ഞ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അത് കേരളത്തിൽ എത്രമാത്രം സാധ്യതകൾക്ക് വഴി തുറക്കുന്നതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കേരളം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം നമുക്ക് കര തൊടാനാകണം എന്ന തരത്തിലുള്ള ആശയമാണ് അദ്ദേഹം ശശി തരൂർ ആ യോഗത്തിലടക്കം, ആ സെമിനാറിലടക്കം, കോൺക്ലേവിലടക്കം മുന്നോട്ട് വെച്ചത്. അത്തരം കാര്യങ്ങളിൽ എന്താണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിന് അത് മാത്രമല്ല മനു, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് രാഷ്ട്രീയത്തിനതീതമായി വികസന കാഴ്ചപ്പാടിൽ നമുക്ക് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് ഒന്നിച്ചു നിൽക്കണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പറഞ്ഞത് അതാണ്. നിങ്ങൾ രാഷ്ട്രീയ നിലപാടുകളൊക്കെ എന്തോ ആകട്ടെ, പക്ഷേ കേരളത്തെ ഇകഴ്ത്തുന്ന ഒരു നിലപാടുമായി പ്രതിപക്ഷം മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഭാവിക്ക് അത് സാധ്യമാകുക? കഴിഞ്ഞ ദിവസം പി രാജീവും പറഞ്ഞത് ഇതിനൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകരുത്, കാരണം നമ്മൾ ഇൻവെസ്റ്റർമാരെ ക്ഷണിക്കുന്ന വലിയ തരത്തിൽ കേരളത്തെ അനുകൂലമായ സാഹചര്യമുണ്ട്, ഇവിടെ എന്തോ തർക്കമുണ്ട് എന്ന പ്രതീതി വേണ്ട, മറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. പ്രതിപക്ഷം പറയേണ്ടത് ഇതിനേക്കാൾ ഭംഗിയായി, നമ്മൾ വന്നാൽ ഇതിനേക്കാൾ ഭംഗിയായി കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തെയും വ്യവസായ രംഗത്തെയും സ്റ്റാർട്ടപ്പുകളെയും മുന്നോട്ട് കൊണ്ടുപോകും എന്ന തരത്തിലുള്ള വാശിയും അത്തരത്തിലുള്ള വാഗ്ദാനവുമാണ് നൽകേണ്ടത് എന്ന് മന്ത്രിയും പറഞ്ഞു. അതുകൊണ്ട് വലിയ തരത്തിൽ ഈ സംവാദങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഇതുവരെ എല്ലാ പദ്ധതികളെയും, മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പദ്ധതികളെയും കേരളത്തിലെ പൊതുവികസനത്തെ സംബന്ധിക്കുന്ന, കേരളത്തിൻ്റെ പുതുതലമുറയ്ക്ക് ഭാവിക്ക് വലിയ തരത്തിൽ പ്രയോജനം ചെയ്യുന്ന എല്ലാ പദ്ധതികളെയും കണ്ണടച്ച് എതിർക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് മുന്നിൽ തരൂരിനെ പോലെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന, കണക്കുകൾ വെച്ച് ഡേറ്റകൾ വെച്ച് ആധികാരികമായി ഒരു വിലയിരുത്തുന്ന നേതാവിൻ്റെ മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്. മിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ പരാമർശിച്ചതുപോലെ, എന്താണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ തരൂരിനെ പോലൊരാൾ കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ പുകഴ്ത്തുന്നത് രാഷ്ട്രീയപരമായി തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ്. അതാണ് തരൂരിൻ്റെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ലേഖനം, തൊട്ട് അടുത്തുള്ള ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം, ഒപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം നടത്തിയ ഫേസ്ബുക്കിൽ നടത്തിയ വിശദീകരണം. ആ വിശദീകരണത്തിലും ഈ ഡേറ്റകളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, 2 വർഷത്തിനുള്ളിൽ വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ആ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ തുടർച്ചയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വ്യവസായ രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് താൻ ആ ലേഖനത്തിൽ പരാമർശിച്ചിട്ടില്ല. അതുകൂടി താൻ പരാമർശിക്കുന്നു എന്ന തരത്തിലാണ് ഒരു വിശദീകരണം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ നൽകിയിട്ടുള്ളത്. അപ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ലേഖനത്തിലെ ഒരു കാര്യവും അദ്ദേഹം നിഷേധിക്കുന്നില്ല, അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മനു.